നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും വെള്ളം കൂടി ഗായ്സ്, വെള്ളം കൂടി. എന്റെ കാലെ പിടിച്ച്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ മാത്രമല്ല വേറെ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടേക്കാണ് കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. വെള്ളം കാണുന്നില്ല. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിലൂടെയാണ് ഗായ്സ്, വെള്ളത്തിലൂടെ. നല്ല വെള്ളമാണ്, തെളിഞ്ഞ വെള്ളം. എവിടെ എത്തണം ചേട്ടാ? ഇത് നമ്മൾ അന്ന് വന്ന. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ചാച്ചനെ ഞാൻ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ അത് തെറ്റാണ് ഗായ്സ്. അച്ചാച്ചൻ എന്നെ വീഴാതെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. താഴെ കുറെ പിള്ളേരുടെ സൗണ്ടൊക്കെ കേട്ടു. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം നോക്കി, നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, ഓടിക്കോടിക്കോടിക്കോ. ഞാൻ മൊത്തം നനഞ്ഞു. അയ്യോ, അപ്പൊ നമ്മളിപ്പോ പുഴയിലെത്തി ഗായ്സ്, പുഴയിലെത്തി. ചേട്ടാ ഇവിടെ പോയാണ്. അപ്പൊ നമ്മൾ വെള്ളത്തിലൂടെ കരക്കേക്ക് പോവാണ്. ഇപ്പൊ ഭയങ്കര വെള്ളമാണ്. ഏതോ ദുനിയാവിലേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് നേരം മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ മഴയോട് മഴ. വേറെ തട്ടി ഞാൻ താഴെ പോയി. ഇമ്പലിന് എന്തോ സംഭവിച്ചു. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അറിഞ്ഞോ? എവിടെ അറിഞ്ഞു? ഞാൻ കണ്ടില്ലല്ലോ അറിയുന്നു. അപ്പൊ നമ്മൾ വീണ്ടും നടക്കാൻ പോവാണ് ഗായ്സ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അല്ലേ, നല്ല രസമുണ്ടല്ലേ. ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ ഓർക്കുന്നു പണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് വീഡിയോ ഫോട്ടോ എടുത്തത്. അയ്യോ, ഇതാണ് നമ്മുടെ പുഴ. ഇതല്ല പുഴ, പക്ഷേ ഇത് പുഴയുടെ ഒരു ചെറിയൊരു ഭാഗമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പുഴയിലെ വെള്ളം കണ്ടോ? നല്ലോണം വെള്ളമുണ്ട്. നല്ല പച്ച കളറിലാണ് പുഴയിലെ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വെള്ളത്തിൽ കൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ മുതൽ ചെറിയ മഴയുണ്ട്. അപ്പോൾ ഫോണും പിടിക്കണം, കുടയും പിടിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. എവിടെയാ വെള്ളം കുറവ്? ചേട്ടായി പോയിടത്ത് അധികം വെള്ളമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞു ഇതില്. അയ്യോ, കുഴി എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ ഒഴുക്ക് എനിക്കൊരു പ്രശ്നമാണ്. അയ്യോ അയ്യോ അയ്യോ, ഇത് കാണുമ്പോ എനിക്ക് മറ്റേ സിനിമ ഓർമ്മ വരുന്നു. ഏതാണെന്നറിയോ? കരയ്ക്ക് എത്തിയിട്ട് ഞാൻ പറയാം. എവിടെയാ ചേട്ടായി? വാഴത്തോട്ട് പോണം. ഇവിടെ വെള്ളമില്ലല്ലോ. അയ്യോ, മഴയും വെള്ളവും പുഴയും താണ്ടിപ്പടം. മഴ പെയ്തോണ്ടിരിക്കുക. ഇവിടെ
നല്ല സ്ഥലം. എന്റെ പൊന്നെ, എന്ത് രസമല്ലേ കാണാൻ. ഞാനിവിടെ മഴ ഇല്ലാത്തപ്പോഴാന്ന് തോന്നുന്നു ഇവിടെ വന്നത്, വെള്ളമില്ലായിരുന്ന സമയത്ത്. അന്നേരം ഭംഗിയുണ്ട്. പക്ഷെ വെള്ളം ഇങ്ങനെ വരുന്ന, വെള്ളവും കൂടെ ഒഴുകുന്നുണ്ടപ്പോ നല്ല രസമുണ്ട്. തെളിഞ്ഞ വെള്ളവും ഈ ഭാഗത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വാ, സൂപ്പർ. നമ്മള് കുഴിക്കകത്ത് വീണേ. ചേട്ടാ, ഇവിടെ ഞണ്ടുണ്ടാകുമോ? അപ്പൊ അങ്ങനെ വലിയ വെള്ളത്തിൽ നിന്നും ഞാനാണെങ്കിൽ വലിയ അർത്ഥം ഷൂ ഒക്കെ ഇട്ടുണ്ടാ വന്ന് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി. എന്ത് പൊട്ടത്തിലാ ഞാൻ. ചേട്ടാ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. വാ, പോളി, നല്ല രസമുണ്ട്. അയ്യോ, ഇതുണ്ട് ഇവിടെ മരമൊക്കെ നോക്ക്. ചേട്ടി സൂക്ഷിച്ചെടുക്കോ ചൂണ്ട ഇവിടെ. ചേട്ടി കലക്കിക്കൊണ്ട് പോലെ, കൊലക്കാ എനിക്ക് പേടിയാ. അയ്യോ, അങ്ങനെ ഞാൻ മുഴുവൻ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ ചോദിക്കും, പനിയാന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ പറഞ്ഞതാ എന്ന് പറയും. കണ്ടോ പുഴ, കണ്ടോ നല്ല പച്ച കളറിൽ ഒഴുകുന്ന നോക്ക്. നല്ല രസം കാണാൻ. അവിടെ നല്ല വെള്ള ഒഴുക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പുറത്തെ ചെടി കൂടെ ആട്ടോ പോകുന്നത്. ചേട്ടായി ഇന്ന് മീനെ പിടിച്ചിട്ടേ ഉള്ളൂ എന്ന വാശിയിലാണ് പോകുന്നത്. എന്താണെങ്കിലും സ്ഥലം നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും കൂടി പുഴയിൽ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര ഒഴുക്കാണ് പുഴയില്. അയ്യോ, നല്ല വെള്ളമായിട്ടുണ്ടാവും. കണ്ടോ, ഇതാണ് നമ്മുടെ പുഴ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഗായ്സ്, അപ്പൊ ചേട്ടായി ചൂണ്ട എറിഞ്ഞിട്ടുണ്ട്. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം, കിട്ടുമോന്ന് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാവേ. നല്ല ഒഴുക്കുണ്ട്, നല്ല സ്ഥലവും നല്ല മഴയും, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ചേട്ടായി ചൂണ്ട എറിയുന്നു വലിക്കുന്നു, എറിയുന്നു വലിക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അത് മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്കില്ല് വേണ്ട ഒരു കാര്യമാണല്ലോ. അങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ പോയിട്ട് മീൻ പിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോ മഴ കൂടുവാണ് ഗായ്സ്, മഴ കൂടുവാണ്. എനിക്കാണെങ്കിൽ ഇന്നലെ പനിയായിട്ട് മരുന്ന് മേടിച്ചത് ഞാൻ വന്നതേ ഉള്ളൂ. എന്താന്നറിയില്ല, ഇന്ന് പോവാന്ന് പറഞ്ഞപ്പോ അമ്മ ഒന്നും പറഞ്ഞില്ല, പോവണ്ടെന്നൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ അമ്മ സാധാരണ പറയാറുണ്ട് വേണ്ട 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 പോകണ്ടെന്ന് പറയാറുണ്ട്. ഇന്ന് പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ദിസ് ഈസ് മൈ അച്ചാച്ചൻ. ഹായ്.
എന്തൊക്കെ തിരക്കാണെങ്കിലും മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞാല് മുന്നിൽ വരും രണ്ടുപേരും. എന്തിയെ ഓണാക്കി ഗായ്സ്, നമുക്ക് വീര കിട്ടി ഗായ്സ്, വീര കിട്ടി. വലിച്ചോ വലിച്ചോ. ചെറുതാണെന്ന് നമുക്ക് പറയുന്നുണ്ട്. എന്തിയാവോ, ഞാൻ ക്യാമറ ഓഫ് ആക്കിയതാ ഇപ്പൊ. ആ സ്പോട്ടിലാണ് പിടിച്ചത്. അപ്പൊ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ടായിരിക്കും ഇത്ര നേരം കിട്ടാഞ്ഞത്. അപ്പൊ അച്ചാച്ചനും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ചേട്ടൻ മീനെ വലിച്ചെടുക്കുന്നുണ്ട്. കാണുന്നുണ്ടോ ഗായ്സ്? വാന്ന് പറഞ്ഞാ അവിടെ ഒഴുക്കാ. ചേട്ടൻ ഇങ്ങോട്ട് വരണം. എവിടെയൊന്ന് പൊക്കി കാണിച്ചേ. കാണുന്നുണ്ട് കാണുന്നുണ്ട്. വിട്ടേക്കാനോ? കാണിക്കാവോ? എന്തി? ഓക്കെ 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 ഗായ്സ്. അപ്പൊ നമുക്ക് ചെറുതൊന്നുമല്ല, ചേട്ടൻ ചെറുതെന്നൊക്കെ പറഞ്ഞാലും ഒരുവിധം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു മീനെ കിട്ടി. ചേട്ടാ ഈ ചെറുതാന്നൊക്കെ അങ്ങനെ പറഞ്ഞാലും ഒരുവിധം വലിയ മീനാണെന്നാണ് എന്റെ ഒരു ഇത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കിട്ടി. അപ്പൊ നമ്മൾ ഒരു മീനെ പിടിച്ചിരിക്കുകയാണ് ഗായ്സ്, ഒരു മീനെ പിടിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല, ഞങ്ങൾ ഇത് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടതായതുകൊണ്ടാണ് തോന്നുന്നു. വീഡിയോ ഒക്കെ പൊക്കി പിടിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മീനെ കിട്ടിയില്ല. അന്ന് വേനൽക്കാലത്താണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മീനൊന്നും മീന് 2-3 എണ്ണത്തിന് ഞങ്ങളുടെ കിട്ടിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ഈ ചൂണ്ടയൊക്കെ വാങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇവരിടയ്ക്കിടയ്ക്ക് ഞാൻ കൂടെ വരുമ്പോൾ കേട്ടോ, ഇവരിടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ചേട്ടനും ചേട്ടയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി വന്ന് എപ്പോഴും പിടിച്ചുകൊണ്ട് വരാറുണ്ട്. ഇവർ തന്നെ വരുമ്പോൾ വലിയ മീനെ കിട്ടാറുണ്ട്. ഞാൻ വേണമെങ്കിലും ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള വലിയ വലിപ്പമുള്ള മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പുഴയിൽ നിന്നാണ് നമ്മൾ അതൊക്കെ പിടിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ചേട്ടൻ അങ്ങനെ വീണ്ടും മീനെ ചൂണ്ട എറിഞ്ഞു. ടീച്ചർ എനിക്കൊന്നും കാണുന്നില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ വീണ്ടും മുടക്കി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്രയും മീൻപിടുത്തക്കാർ വിദഗ്ധരായിട്ടുണ്ടായിട്ടും എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അതെന്താ കത്തി ഇങ്ങനെ ഒഴുക്കിനേ ഉണ്ടാവുള്ളൂ? അപ്പൊ അവരൊഴുകി പോതില്ല? ഞാൻ ക്യാമറ ഓഫ് ആക്കിയാലേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ക്യാമറ ഓഫാക്കാം. ക്യാമറ ഓഫാക്കാം. അപ്പം കിട്ടി കഴിയുമ്പോ എടുക്കാം കേട്ടോ. ചേട്ടാ ഇവിടെ ഇതിലെ അവര് റിവർ റാഫ്റ്റിങ്ങിന് വരാറുണ്ടോ? അങ്ങനെയാ നമ്മള് വീണ്ടും കാടിനകത്തൂടെ, കുറച്ച് ഇല്ലിമുളം കാടുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിനകത്തൂടെ നമ്മൾ നടന്ന് ഈശ്വര ഈ മരത്തെ കൂടെയൊക്കെയാണോ കയറിപ്പോണത്? നമ്മൾ വീണ്ടും വെള്ളത്തിൽ കൂടിയുള്ള യാത്ര.
ചെറുതായിട്ട് ഒഴുക്കുണ്ട്. മുഴുവൻ കല്ലുകയും നടുവ്. ചേട്ടായി ആ മീനെ വിട്ടേക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കതിനെ വിടാനൊരു മനസ്സ് വന്നില്ല കേട്ടോ. അതുകൊണ്ട് മീനെ ഞങ്ങൾ വിട്ടില്ല. മീനുണ്ട് കേട്ടോ കയ്യിൽ. ഞങ്ങൾ ചേട്ടായി അടുത്ത സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന വഴി. ഇതിനെയാണ് നമുക്കിനി തിരിച്ചു പോകേണ്ടത്. വാവ്. ഇവിടെയാണോ റാഫ്റ്റിംഗ് ആര് വരുന്നത്? എന്നിട്ട് അവരെങ്ങനെ തിരിച്ചു പോകും? നമുക്ക് പോകുന്ന വഴിക്ക് തടസ്സമായിട്ടൊരു വലിയ മരം ഇവിടെ കിടക്കുക. നമുക്കത് താണ്ടി വീണം അപ്പുറത്ത് പോവാൻ. ആ സൈഡിൽ കൂടെ വന്ന് കയറി. അങ്ങനെ സൈഡിൽ പോടി. അതല്ല, ഈ സൈഡിലോട്ട് പോ. ഇവിടെ പോ 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 കമ്പേ കയറ്. ആ പിടിച്ച് കയറ്. ആ ഇത്ര സിമ്പിള് കാര്യമല്ലേ ഉള്ളൂ. ആ ഉണ്ട്. പോരെ പോരെ വേമ്പ. കുഴിയൊന്നുമില്ല. കുട തിരിച്ചിട്. മഴ പെയ്ത് മൊബൈലെല്ലാം നനയുന്നതിന് മുമ്പ്. അങ്ങനെ നമ്മൾ മരമൊക്കെ താണ്ടി ഇറങ്ങി വന്നു. എന്റെ ഗിംബലിന്റെ ചാർജ് തീരാറായി എന്നുള്ള സിമ്പലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. മഴ കാരണം എന്റെ ഫോണും നിറഞ്ഞു, ഗിംബലും നനഞ്ഞു. ഇതാണ് നമ്മുടെ പുഴ. നല്ല സ്ഥലമാണ്. അയ്യോ ചെറുതല്ലേ? എന്റെ കാലെ പിടിച്ചത് കമ്പ്. നല്ലൊരു മരം കണ്ടോ, നല്ല രസമാണ്. ഇങ്ങോട്ട് വന്നില്ല. ഞാൻ മൊത്തം നനഞ്ഞു നിൽക്കുന്നു. ഗിംബലും നനഞ്ഞു, ഫോണും നനഞ്ഞുണ്ട്.
ഒരൊറ്റ പോക്ക് ഒഴുകി. ഞാൻ അതിനകത്ത് കല്ല് കയറിയിട്ട് കളയാൻ വേണ്ടി കുടഞ്ഞതാ. അപ്പൊ ഉണ്ട് ഒരൊറ്റ പോക്ക് ഒഴുകിപ്പോയല്ലേ. കിട്ടി. ഈ കൊട കാരണം നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും വെള്ളം കൂടി ഗായ്സ്, വെള്ളം കൂടി. ഞാൻ ഇതാ ഫുള്ള് നനഞ്ഞു. തിരിച്ചു വന്നപ്പോഴത്തേനും വെള്ളം കൂടി. Wow. What a beauty. എന്ത് രസമാണ് കാണാൻ. നല്ല രസമുണ്ടല്ലേ. കണ്ടടേ. മഴ പെയ്യുന്നു ഗായ്സ്. ഇവിടെ കുഴിയാണോ? ഗിംബലിന്റെ ചാർജ് തീർന്നു പോയി. അതുകൊണ്ട് അത് ചുറ്റിക്കൂട്ടി മടക്കി പിടിക്കേണ്ടി വന്നു. സാറ് കുറച്ച് സ്റ്റെപ്പൊക്കെ ആവാം. ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പുഴ എന്ന് പറഞ്ഞ് പോവാണ്. മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. രാവിലെ തൊട്ട് ഉച്ച വരെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയും വെയിലായിരിക്കും. ഉച്ച കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒന്നും ഇല്ലായിരുന്നു മഴ. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മഴ ചതിച്ചു. അതുകൊണ്ട് ഒന്നും അറിയില്ല ഗൈസ്. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. ദൈവമേ, നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും വെള്ളം കൂടി എന്നാണ് പറയുന്നത്. അയ്യോ, ദൈവമേ, വെള്ളം കുറവ്. അങ്ങനെയൊക്കെ വെള്ളം കൂടാൻ പാടുണ്ടോ? മനുഷ്യന്മാര് നടന്നു വരുന്നത് കാണുന്നില്ലേ? ഞാൻ വരുന്നതല്ല, ഞാൻ ഒഴുകി ഒഴുകി പോകുന്നതാ. ഇതിലെയാണോ നമ്മൾ വന്നേ? ഇവിടെ എന്താ കൂടുതല്? ചേട്ടായിക്ക് ഇത്ര വെള്ളമില്ലല്ലോ അവിടെ. അച്ചാച്ചനെന്തി? അച്ചാച്ചനവിടെ പോയി. പോരെ പോരെ. ഇന്ന് പെയ്യുക. ഇന്ന് പെയ്യുമല്ലേ? ചിലപ്പോ അങ്ങോട്ടെ ഹോട്ടലിലേക്ക് നല്ല മഴയാണ്. മീനൊക്കെ ഇടും കൂടുതൽ അത് കൂടണം. അതൊക്കെ തെങ്ങിരിക്കും. കഴുകിയെടുത്താൽ അതിനൊക്കെ കാണും. അടിയിലേക്ക് എടുത്താൽ മതി. ആ ഒരു പൂന്തയുടെ ഒരു കറുത്താണ്. മഴയുണ്ട്, ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. വരുന്നുണ്ട്. ഉച്ച നോക്കണേ, വെള്ളത്തിൽ കൂടെ മൊബൈൽ പോക്കാം.
അങ്ങനെ കറ്റിയെ പിടിക്കാൻ വരിക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ വന്നിട്ട് നമുക്ക് ഒരു കറ്റിയെ കിട്ടി ഗായ്സ്. ഒരു കറ്റിയെ കിട്ടി. ഒരെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായിട്ട് പോയി. ഒരു വലുതായിരുന്നു ചേട്ടൻക്ക്. 4 കിലോ ഉണ്ടായിരുന്നു. ഞാൻ വന്നോണ്ടായിരിക്കും ഇന്ന് കിട്ടാത്തത്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരെണ്ണത്തിനെ കിട്ടി കിട്ടാം. നമ്മളപ്പോൾ സമയമില്ലാത്തത് സമയത്തിന്റെ കുറവ് മൂലം നമ്മളിപ്പം പോവാണ്. അത് മാത്രമല്ല വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തോണ്ടിരിക്കുക. അപ്പൊ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടും എന്നാണ് ഇവര് പറയുന്നത്. ജ്ഞാനമുള്ളവര് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്കത് കേട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.